ഈ തുമ്പി തുമ്പി എടുത്തോണ്ട് പോലെ 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 എൻ്റെ പൊന്നു കുഞ്ഞെ അതെടുത്തോണ്ട് പോകല്ലേ പറയുന്നേ കുഞ്ഞെ എന്തുവാന്ന്. ഇന്ന് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാവേ. പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ഇന്ന് പൂ ഉണ്ടാക്കുന്നത്. കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാനും ആഗ്രഹിച്ചത് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പം ഞാൻ പൈപ്പ് ക്ലീനർ വാങ്ങുന്ന സമയത്ത് ആ കടയിൽ കുറച്ച് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്ന കളർ അത്രയും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പേനയിൽ ചുറ്റി എടുക്കുന്നുണ്ട്. ഒരു 6 ചുറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് രണ്ടറ്റവുമായിട്ട് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ഒരു ഭാഗം അതിനകത്തൂടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. വളരെ എളുപ്പമാണ്. പക്ഷേ അത് കാണാൻ വേണ്ടി നല്ല ഭംഗിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ പെറ്റൽസും അതിൻ്റെ പെറ്റൽസിൻ്റെ രൂപത്തിലേക്ക് ആക്കി കൊടുക്കുക. അതേപോലെ പിരിച്ചും ഒക്കെ നൂർത്തും ഒക്കെ ആയിട്ട് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനെ വളരെയധികം എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ സാധാരണ ഈ പേപ്പറൊക്കെ കട്ട് ചെയ്ത് പശയൊക്കെ വെച്ച് ഒട്ടിച്ച് ഒരു പൂവൊക്കെ ആക്കി എടുക്കുന്നതിനേക്കാളും വളരെ സിമ്പിളായിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വേറെ കളറും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്കെച്ചോ അങ്ങനെ മറ്റെന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിനെ എവിടെയെങ്കിലും ഒരു ഷെയ്ഡിങ് നമുക്ക് കൊടുക്കാം. പക്ഷേ എനിക്കിത് ഇത്രയും തന്നെ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ ഒരു പൂ ഉണ്ടാക്കാൻ പറ്റി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ചെയ്തത് നമുക്ക് ആ പൂ ഒന്നിരിക്കാൻ പാകത്തിന് ഒരു തണ്ട് വേണം. അപ്പോൾ നമുക്ക് പച്ച കളറിൽ തന്നെ ഈ പൈപ്പ് ക്ലീനർ കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഒരു ഫ്ലൂറസെൻ്റ് കളറായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് അറ്റാച്ച് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി. എന്നിട്ട് ഇതേപോലെ ഒന്ന് കമ്പി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഈ ഗ്രീൻ ടേപ്പും ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ പൈപ്പ് ക്ലീനറിൽ ഗ്രീൻ ടേപ്പ് ചുറ്റാൻ ഇത്തിരി പാടാണ് കേട്ടോ. അത് അത്ര ഒട്ടി കിട്ടത്തില്ല. നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അല്ലെങ്കിൽ കുറേ നേരം ഇതേപോലെ ചുറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒട്ടിക്കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ മേശയിലിരുന്ന് ചെയ്തുകൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൾക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അങ്ങനെ തറയിൽ വന്നിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടമടിച്ചിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഷീറ്റും വലിച്ചുകൊണ്ട് പോകുന്നു, പൂവ് എടുത്തുകൊണ്ട് വന്ന് ആകെപ്പാടെ ബഹളം. അങ്ങനെ ഈ ബഹളത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ഒരു പൂ ഉണ്ടാക്കിയെടുത്തു. ഇത് നല്ല രീതിയിൽ ചുരുട്ടിയൊക്കെ എടുത്ത് കളഞ്ഞിരുന്നെങ്കിലും ഇത് നമുക്ക് കമ്പി അതിനകത്തുള്ളത് കൊണ്ട് നമുക്ക് അതേ രീതിയിൽ ഒന്ന് ഓർത്തെടുക്കാം. അതതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പേപ്പറായിരുന്നു ഞാൻ ചുരുട്ടി പീച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് പോയതാണ്. അങ്ങനെ ഞാൻ കുറച്ച് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് ഞാൻ ചെറിയൊരു മുത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. എനിക്കത് മുത്തൊട്ടിച്ചപ്പോൾ കുറച്ചുകൂടെ ഭംഗി തോന്നി. പിന്നെ ഇത് വെക്കാൻ വേണ്ടി നമുക്കൊരു പോട്ട് വേണമല്ലോ. അത് ഞാൻ ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് അത് പെയിൻറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് തെർമോക്കോൾ ഞാൻ ഇറക്കി കൊടുക്കുന്നു. ഒരു ബ്രൗൺ കളർ അടിച്ചിട്ട് ഞാൻ ആ തെർമോക്കോളിൻ്റെ കളർന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഓരോ പൂക്കളും കുത്തി വെച്ച് കൊടുത്തു. അപ്പോഴൊത്തിരി ഗ്യാപ്പ് തോന്നി. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വെച്ച് കുത്തി നോക്കി. അപ്പോഴും ഗ്യാപ്പ് വന്നു. കാരണം വെച്ചാൽ നമ്മൾ ഇലകളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു പഴയ ഒരു ഫ്ലവർ വേസിൻ്റെ ഇലകൾ ഞാൻ ഇതിനകത്തോട്ട് ആക്കി കൊടുത്തു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാവേ. ബായ്.